ആണവോർജ്ജത്തിൻ്റെ പേരിൽ ഇറാൻ ഒരടി പോലും പിന്നോട്ടില്ലെന്നാണ് പ്രഖ്യാപനം. 2040 20 ജിഗാവാട്ട് ആണവശേഷി കൈവരിക്കാനുള്ള ലക്ഷ്യത്തോടെ 8 പുതിയ ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു. ഇതിനായി റഷ്യയുമായി ഉഭയകക്ഷി കരാറുകൾ ഒപ്പിടാൻ തയ്യാറെടുക്കുകയാണ് ഇറാൻ. ഇറാന്റെ ആണവ പരിപാടികൾ വർഷങ്ങളായി അന്താരാഷ്ട്ര തലത്തിൽ വിവാദമാണ്. 2015 ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണവും പ്ലൂട്ടോണിയം ഉൽപ്പാദനവും പരിമിതപ്പെടുത്താൻ സമ്മതിച്ചിരുന്നു. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നിവരുടെ അഭിപ്രായത്തിൽ ഇറാൻ ഈ കരാർ പാലിക്കുന്നില്ല. ഇറാൻ ഇത് നിഷേധിക്കുകയും തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. നിലവിൽ ഇറാനിലെ ബുഷേർ ആണവ നിലയം മാത്രമാണ് പ്രവർത്തിക്കുന്നത്, അതും റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചത്. ഈ ഒരു ജിഗാവാട്ട് ശേഷിയുള്ള നിലയം മാത്രമേ ഇറാനുള്ളൂ. എന്നാൽ വൈദ്യുതി ക്ഷാമം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിലയങ്ങൾ ആവശ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാന്റെ ആണവോർജ്ജ സംഘടനയുടെ തലവൻ മുഹമ്മദ് ഇസ്ലാമി റഷ്യൻ സന്ദർശന വേളയിൽ പുതിയ സഹകരണത്തിന്റെ സൂചന നൽകിയിരിക്കുകയാണ്. മോസ്കോയിൽ വെച്ച് ഇറാനിയൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ കരാർ ചർച്ചകൾ പൂർത്തിയായെന്നും ഒപ്പുവെക്കൽ ശേഷം പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്ലാമി ഇറാന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. സമീപകാലത്ത് ഇറാൻ റഷ്യ ബന്ധങ്ങൾ രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക തലങ്ങളിൽ ശക്തമായിരിക്കുന്നു. ഈ പുതിയ ആണവ കരാറുകൾ ഈ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ നേരത്തെ പ്രതിജ്ഞ എടുത്തിരുന്നു, ഏതൊരു ഉപരോധത്തെയും മറികടക്കുമെന്നും ആണവശേഷി വർദ്ധിപ്പിക്കുമെന്നും. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ ഇറാനെതിരായ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കണോ എന്ന ചർച്ച നടക്കുന്നതിനിടയിലാണ് ഈ നീക്കം. നേരത്തെ ഇറാനെതിരെ ഉപരോധങ്ങൾ എന്നേക്കുമായി പിൻവലിക്കാനുള്ള കരട് പ്രമേയം UN നിരസിച്ചിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട്. ചൈനയും ഇറാനെ പിന്തുണയ്ക്കുന്നു. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം യൂറോപ്യൻ നടപടികളെ പ്രകോപനപരവും നിയമവിരുദ്ധവുമായാണ് വിശേഷിപ്പിക്കുന്നത്. ഇറാനെതിരെയുള്ള പ്രസ്താവിത ഉപരോധങ്ങളിൽ ഉൾപ്പെടുന്നത് ആയുധ ഉപരോധവും യുറേനിയൻ സമ്പുഷ്ടീകരണ നിരോധനവും ബാലിസ്റ്റിക് മിസൈൽ നിയന്ത്രണവും ആസ്തികൾ മരവിപ്പിക്കലും യാത്രാ വിലക്കുകൾ എന്നിവയ്ക്കാണ്. എന്നാൽ സമാധാനപരമായ ആണവോർജ്ജത്തിനുള്ള ഇറാന്റെ അവകാശത്തെ റഷ്യ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഈ സഹകരണം സൈനിക തലത്തിലും പ്രാധാന്യമുള്ളതാണ്. ഇറാൻ പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളും ഹൈബ്രിഡ് കോഗ്നിറ്റീവ് യുദ്ധരീതികളുമൊക്കെ. ഇറാന്റെ സായുധ സേനാ മേധാവി മേജർ ജനറൽ അബ്ദുൽ റഹീം മൗസാവി പറഞ്ഞത് ആഗോള ശക്തികൾക്കെതിരെ പ്രതികാരം ചെയ്യുമെന്നും ഭീഷണികളെ അവസരങ്ങളായി കാണുമെന്നും. മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലും അമേരിക്കയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ ഇത് സ്ഥിരീകരിച്ചതാണ്. എന്നിട്ടും ഇറാൻ ഭയപ്പെടുന്നില്ല. അമേരിക്കയ്ക്കും ഇസ്രായേലിനും തന്ത്രപരമായ സർപ്രൈസുകൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് മൗസാവിയുടെ വാക്കുകൾ. ഈ നീക്കം പ്രധാനമായും അമേരിക്കയും ഇസ്രായേലിനെയും ലക്ഷ്യമിട്ടുള്ളതാണ്. ഇറാനിയൻ പാർലമെന്റ് അംഗം ഫദ ഹുസൈൻ മല്ലേഗിയും പറയുന്നു, യുദ്ധം എപ്പോൾ വേണമെങ്കിലും പുനരാരംഭിക്കാമെന്ന്. വിട്ടുവീഴ്ചയില്ല, പ്രതികാരമുണ്ടാകുമെന്നാണ് ഇറാന്റെ നിലപാട്. റഷ്യ ഇറാൻ സഹകരണം ഈ സാഹചര്യത്തിൽ നിരവധി മാനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഇത് അമേരിക്കയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.